വലിയ തോതിൽ വലിയ ജനക്കൂട്ടത്തോടുകൂടി ഭക്തജന സമൂഹത്തോടുകൂടി നടത്തപ്പെട്ട ഒരു ആശ്രമം. അവിടെ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്. അതിനെല്ലാം കാരണമായി തീർന്നത് അതിന്റെ അധിപതിയായിരുന്ന ഒരു ഗുരുവായിരുന്നു. അദ്ദേഹത്തോടുള്ള ആർത്തി കൊണ്ടും അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്ന സുഖം കൊണ്ടും ആത്മാക്കൾ അങ്ങനെ എത്തിക്കൊണ്ടിരുന്നു. സൗഭാഗ്യങ്ങളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ ഗുരു അങ്ങ് സമാധിയായി. എല്ലാവരും ദുഃഖിതരായി. അദ്ദേഹം മറ്റൊരാളിനെയും പേരൊന്നും നിർദ്ദേശിച്ചില്ല. ഇവരുടെ ഇടയിൽ നിന്ന് ഇവർക്കൊരാളിനെ കണ്ടെത്താനും പറ്റുന്നില്ല. അങ്ങനെ നടന്നു വരവേ ഇവർ തമ്മിലുള്ള തർക്കവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിച്ചപ്പോൾ ഭക്തജനങ്ങൾ അങ്ങനെ കുറയാൻ തുടങ്ങി. ഭക്തജനങ്ങൾ കുറയാൻ തുടങ്ങിയപ്പോൾ വരുമാനവും കുറഞ്ഞു. കാര്യങ്ങൾ മുന്നോട്ട് പോവുകയില്ല, കൈവിട്ടു പോവുകയാണെന്നൊരു ചിന്ത ഒരു 3-4 പേർക്കുണ്ടായി. അപ്പൊ ആ പ്രദേശത്തിന് വെളിയിൽ ഒരു ഗുരു ഉണ്ടെന്ന് അവർക്കൊരു അറിവുണ്ട്. അപ്പൊ അദ്ദേഹത്തെ കാണാമെന്ന് ഇവർ 4 പേര് തീരുമാനിച്ചു. അകത്ത് ചെന്നു. എന്താ കാര്യം? അതിന്റെ പോലൊക്കെയാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളിനെ തിരഞ്ഞെടുക്കാൻ പറ്റിയില്ല, അതിന് തക്ക ഒരാൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇല്ല, ഞങ്ങളുടെ ഗുരു അങ്ങനെയൊക്കെ ആയിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരുന്നു, അതായിരുന്നു, ഇതായിരുന്നു എന്നൊക്കെ അവർ വർണ്ണിച്ചൊക്കെ കേൾപ്പിച്ചു. അപ്പോ ആ ഗുരു പകർന്നു കൊടുത്ത അറിവിൽ കൂടി ഇവർ നടന്നു വന്നെങ്കിലും വേണ്ട വിധത്തിൽ അത് പ്രാവർത്തികമാകുന്നില്ല എന്ന് ഈ കേട്ടോണ്ടിരിക്കുന്ന ഗുരുവിന് മനസ്സിലായി. അദ്ദേഹം മൗനമായിരുന്നു ഇതെല്ലാം കേട്ടു. എന്നിട്ട് ഒരു പേപ്പർ എടുത്ത് ആ ഭിത്തിയിലോട്ട് ഒട്ടിച്ചു. ഒരു വെള്ള പേപ്പർ എടുത്ത് ഒട്ടിച്ചു. എന്നിട്ട് അതിൽ ഒരു കറുത്ത മഷി കൊണ്ടൊരു കുത്തിട്ടു. എന്നിട്ട് ഈ 4 പേരോട് ചോദിച്ചു, നിങ്ങൾ ഇതിനകത്ത് എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ആ കറുത്ത കുത്ത് കാണുന്നുണ്ടെന്നോ. 4 പേരും ആ കറുത്ത കുത്താണ് കണ്ടത്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഈ വെള്ള പേപ്പർ നിങ്ങൾ കണ്ടില്ലേ? അപ്പോഴാണ് ഇവർക്ക് പറ്റിയ അബദ്ധം അവർക്ക് മനസ്സിലാവും. അദ്ദേഹം ആദ്യം വെച്ചത് വെള്ള പേപ്പറാണ്. അത് വളരെ വലിപ്പമുള്ളതാണ്. അതിനകത്ത് ഒരു പേന കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു ചെറിയ കുത്ത് മാത്രമാണ് അദ്ദേഹം അതിലിട്ടത്. ആ ചെറിയ കുത്താണ് ഇവർ കണ്ടത്, വെള്ള പേപ്പർ അവർ കണ്ടില്ല. ആ ഗുരു പറഞ്ഞു, ഇതുപോലെ നിങ്ങൾ പരസ്പരം നിങ്ങളുടെ കുറവുകളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു ഗുരുവിനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തത്. അതുകൊണ്ട് നിങ്ങൾ കുറവുകൾ എണ്ണാതെ മറ്റുള്ളവരുടെ ഗുണങ്ങൾ എണ്ണാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഗുരു ഉണ്ടാകുന്നു. അങ്ങനെ അദ്ദേഹം അങ്ങനെ കൽപ്പിച്ചയച്ചു. ഇവർ വന്ന് ഓരോരുത്തരും ഇങ്ങനെ ചിന്തിക്കാനും പറയാനും ഈ ആശയം പ്രചരിപ്പിക്കാനും തുടങ്ങി. പരസ്പരം മത്സരിച്ചിരുന്ന ആളുകൾ തമ്മിൽ പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങി. പരസ്പരം ദുഷിച്ചുകൊണ്ടിരുന്ന ആളുകൾ പരസ്പരം സ്തുതിക്കുവാൻ തുടങ്ങി. പരസ്പരം ദോഷങ്ങളെ കണ്ടെത്തിയിരുന്നവർ പരസ്പരം ഗുണങ്ങളെ കണ്ടെത്തുവാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോൾ ആരെയും അവർക്ക് ഉപേക്ഷിച്ച് കളയാനില്ല. എല്ലാം ഗുരുവിന്റെ അറിവാണ് പ്രവർത്തിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ തമ്മിൽ തമ്മിൽ സ്തുതിച്ചു, തമ്മിൽ തമ്മിൽ നാമിച്ചു, തമ്മിൽ തമ്മിൽ സ്തുതിച്ചു, തമ്മിൽ തമ്മിൽ നാമിച്ചു. ഗുണചിന്ത ഉണ്ടാകുമ്പോഴാണ് നന്മ നമ്മൾ വർദ്ധിക്കുന്നത്. ദോഷചിന്തയാണ് വർദ്ധിക്കുന്നതെങ്കിൽ ദുഃഖം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് കുറ്റം കണ്ടുപിടിക്കാനല്ല ശ്രമിക്കേണ്ടത്, ഗുണം കണ്ടുപിടിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഗുണമില്ലാത്തത് ഒന്നും ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഓരോന്നിലെയും ഗുണത്തെ പ്രത്യേകം കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്.